പൊതുവിപണിയിൽ പച്ചത്തേങ്ങയുടെ ഇന്നത്തെ വില കിലോവിന് കേവലം 14 രൂപ മാത്രമാണ്. കേരഫെഡ് കൃഷിഭവൻ വഴി തേങ്ങ സംഭരിക്കുന്നത് 27 രൂപയ്ക്കും. എന്നാൽ കേരഫെഡ് വഴി തേങ്ങ വിൽക്കാൻ കർഷകർക്ക് കടമ്പകൾ ഏറെ കടക്കേണ്ടതുണ്ട്. ഒരു ദിവസം കൃഷിഭവൻ വഴി ശേഖരിക്കുന്നത് 8 ടൺ തേങ്ങ മാത്രമാണ്. അതും ആഴ്ചയിൽ 2 ദിവസം മാത്രം. ഒരാഴ്ച സംഭരിക്കുന്നത് 16 ടൺ തേങ്ങ. കർഷകർക്ക് തേങ്ങ വിൽപ്പന നടത്താൻ 6-7 മാസങ്ങൾ വരെ കാത്തിരിക്കേണ്ടതായും വരുന്നു. അപ്പോഴേക്കും കൈവശമുള്ള നാളികേരം കേടുവന്ന് നശിക്കും. പിന്നെയുള്ള ഏക ആശ്രയം കിട്ടുന്ന വിലയ്ക്ക് പൊതുവിപണിയിൽ തേങ്ങ വിറ്റഴിക്കുക എന്നത് മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടുന്നത് 2 രൂപയിൽ താഴെയാണ്. ആ നിലയ്ക്ക് ഈ കൃഷിയും കൊണ്ട് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. സംഭരിച്ച തേങ്ങയ്ക്ക് കേരഫെഡ് കഴിഞ്ഞ ജൂൺ വരെ കർഷകർക്ക് 56 കോടി രൂപ നൽകാനുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ സംഭരണത്തിന് നീക്കിവെച്ചത് 25 കോടി രൂപ മാത്രമാണ്. കിലോവിന് 59 രൂപ 50 പൈസ നിരക്കിൽ കൊപ്ര സംഭരിക്കാൻ തയ്യാറാണെന്ന് നാഫെഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടും കൃഷിവകുപ്പ് ഇതുവരെ മറുപടി പോലും നൽകിയിട്ടില്ല. 25 രൂപ 30 രൂപ ഒരു തേങ്ങയ്ക്ക് കിട്ടുന്ന പോലെ സർക്കാർ ഏതെങ്കിലും നിലയിൽ എടുക്കേണ്ടതാണ്. അതിലെ കേന്ദ്രത്തിലെ കൊണ്ടെടുപ്പ്, നാഫെഡിനെ കൊണ്ടെടുപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണ്. ഇത്രയും ഒരവസ്ഥ ഇത്രയും കാലത്തിനിറങ്ങി അനുഭവിച്ചിട്ടില്ല. നാഫെഡ് നൽകുന്ന സബ്സിഡിക്കൊപ്പം സംസ്ഥാന സർക്കാർ കൂടി ഒരു കൈ സഹായിച്ചാൽ പ്രതിസന്ധി മറികടക്കാനാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. മീഡിയ 1 കണ്ണൂർ.